അതിന് വേണ്ടിയ സാധനങ്ങളാണ് ഇത്. പൊട്ടുകടല, നമ്മൾ സമ്മന്തിയൊക്കെ ചട്നിക്കൊക്കെ അരക്കത്തില്ല. പൊട്ടുകടല, കുറച്ച് ശർക്കര, കുറച്ച് കാഷ്യൂ, ഏലക്ക, പാല്. ഇത്രയും സാധനം മതി. ഇത് നമുക്ക് മെഷർമെൻ്റ് എടുക്കാം. ഞാൻ ഈ കടായിലോട്ട് ഒരു കടായി എടുത്തു. അതിലോട്ട് ഇതിനൊരു കപ്പ് പൊട്ടുകടല ഇട്ടു. ഒരു കപ്പ് പൊട്ടുകടല ഇട്ടിട്ട് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പാൽ. ഞാനിപ്പം കാച്ചി വെച്ചിരുന്ന പാൽ ഒഴിക്കുന്നത്. കാച്ചി വെച്ചിരുന്ന ഒരേ കപ്പ് നമ്മുടെ പശുവും പാൽ, കാച്ചി വെച്ചിരുന്ന പാൽ. ആ പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇത് സ്റ്റൗവേ വെച്ചില്ല, ഇതുവരെ സ്റ്റൗവേ വെച്ചിട്ടില്ല. നമുക്കിതൊന്ന് സ്റ്റൗവിലിട്ട് വെക്കാം. അത് സ്റ്റൗവേ വെച്ച് സ്റ്റൗ കത്തിച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല പാൽ തിളക്കട്ടെ. നല്ല അത് വെച്ചിട്ട് ഞാനൊന്ന് മൂടി വെച്ചേക്കാം. പാൽ ഒത്തിരി തീ വെച്ചാൽ അത് പെട്ടെന്ന് കരിയും. പെയ്യെ തിളച്ച് വെന്ത് വരട്ടെ. ഇത് തീ കുറച്ച് വെച്ചേക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇച്ചിരി കൂടെ ഒന്ന്, ഇതിന് വലിയ വേവൊന്നുമില്ല, ശകലം കൂടെ ഒന്ന് പറ്റണം. ചൂടോടെ പറ്റുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം നമുക്കിത് പാലെല്ലാം പറ്റി അത് വെന്തു. അപ്പം നമുക്കിത് ഓഫ് ചെയ്ത് മൂടിയോടെ വെക്കാം. ഇനി അതിരുന്ന് തണക്കട്ടെ. മൂടിയോടെ വെച്ചേക്കാം. അവിടെ തണക്ക നല്ലതായിട്ട് തണുത്തു. പാലിനകത്തിരുന്ന് കുതിർന്നു. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇത് മുഴുവൻ ഈ മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇത് നല്ലതായിട്ട് അരയണം. ഇച്ചിരി കട്ടിയായിപ്പോയി. ഞാൻ അതേ പാലയിൽ ഒരു ശകലം പാലൂടെ ഒഴിക്കും. ഒരു ഇച്ചിരി പാലൂടെ ഒഴിച്ച് ഒന്നുകൂടെ അരച്ചുകൊണ്ട് വരാം. ഇപ്പോൾ നല്ലതായിട്ട് അരഞ്ഞ് നല്ല നമ്മൾ പറയത്തില്ല എന്താ മെഴുക് പോലെ നല്ലതായിട്ട് അരഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. നമ്മൾ പാത്രം വെച്ചു. അതേ കടായി വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് നെയ്യ്. ആദ്യം നെയ്യ് വേണമെന്ന് പറഞ്ഞിട്ടിരുന്നില്ല. സാധനങ്ങൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് നെയ്യ്. പക്ഷെ അത് പറയാൻ പറഞ്ഞു. ശരി, വയസ്സല്ലേ, വയസ്സായിട്ട്. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച ഈ സാധനം ഇല്ലേ, ഇത് ഇതിനകത്തോട്ട് ഇടുക. മുഴുവൻ പഠിച്ചിട്ടിട്ട് നമ്മുടെ അലുവ ഒക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ഇളക്കോടിളക്ക്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇതിൽ വെച്ച് ഇളക്കണം. നമ്മളാ കുറച്ച് അരച്ചെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് കാഷ്യൂ, ഇത്രയും കാഷ്യൂ, അത് ഓപ്ഷനല്ല, എന്നാൽ കുറച്ച് കാഷ്യൂ, ഒരു 4 ഏലക്ക, ഒരു ഏലക്ക ഇട്ടിട്ട് 4 എണ്ണം, 4 ഏലക്ക ഇട്ട് നമുക്കതൊന്നുകൂടെ ഒന്ന്, അത് പൊടിക്കുന്ന ജാറിൽ തന്നെ പൊടിച്ചാലും മതി. ഇനി ഒരു മിക്സിയുടെ അടുത്ത് കഴുകണ്ടല്ലോ, അതുകൊണ്ട് അതിനകത്ത് തന്നെ നടത്തും. ആ പൊടിച്ചതും മുഴുവൻ പഠിച്ച് ഇതിനകത്തോട്ട് ഇത്രയും കിട്ടി. അതും പഠിച്ചിടുക. തീ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ മുഴുവൻ ഞങ്ങൾ സിലിണ്ടർ വരും. ഇതിങ്ങനെ ഇളക്കി ഇത്ര ഇളക്കിയിട്ട് ഒരുമാതിരി നല്ലതായിട്ട് വെള്ളം പറ്റി സൈഡിലത്തെ ഇല ഇളക്കി വിടണം. ഇങ്ങനെ അലുവ പോലെ ഇങ്ങനെ ഇളകി വരും. ഇങ്ങനെ ഇളകി വരുമ്പോൾ ഇത്രയാകുമ്പോൾ ഇങ്ങനിത് നല്ല വെള്ളം പറ്റി ഇങ്ങനെ വരുമ്പോൾ അതേ കപ്പിന് 1 കപ്പ് ശർക്കര, നമ്മൾ ആ കടലയും പാല് വളർന്നെടുത്ത കപ്പിന് 1 കപ്പ് ശർക്കര, 1 കപ്പ് ശർക്കര ഒഴിച്ച് അതുകൂടെ ഇളക്കി മെൽറ്റാക്കി ഇളക്കി വരണം. ഇളക്കി വരണം. ആ ശർക്കര ഇട്ട് ഇങ്ങനെ നമ്മൾ അലുവ കിളുന്ന മാതിരി ഇങ്ങനെ കിള്ളി പാത്രത്തെ ഇളകി വരണം. പഞ്ചസാര വേണമെങ്കിലും ഇടാം. പിന്നെ നമ്മളിപ്പം ഹെൽത്തി ആയിട്ടുണ്ടാക്കുന്നതുകൊണ്ട് പഞ്ചസാര കുറച്ച് അവോയ്ഡ് ചെയ്യുക. ഷുഗറുകാരൊക്കെ ഉണ്ടല്ലോ, പഞ്ചസാര അവോയ്ഡ് ചെയ്യാന്നുകൊണ്ട് ശർക്കര എടുത്ത് ഇപ്പം എല്ലാത്തിനും ശർക്കര ഉപയോഗിക്കുന്നു. പഞ്ചസാര അങ്ങനെ ഉപയോഗിക്കുന്നില്ല. മാക്സിമം എല്ലാത്തിനും ശർക്കര തന്നെ. അതിങ്ങനെ വെള്ളമെല്ലാം പറ്റി കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ
ചക്കയൊക്കെ ഒളിക്കത്തില്ല, ചക്കപ്പഴം, അതുപോലെ ഇച്ചിരി കൂടെ നെയ്യ്. നെയ്യ് നമുക്ക് എത്ര വേണമെങ്കിലും ഒഴിക്കാൻ കുഴപ്പമില്ല. ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ നെയ്യാണ്, നമ്മുടെ ഹോം മെയ്ഡ് നെയ്യ്. അത് കുറച്ചുകൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ആ നെയ്ക്കകത്ത് ഇത് നല്ലതായിട്ട് ഇളകി വരും. ഒരു 2 മിനിറ്റ് കൂടെ ഇളക്കാം. ഇതിപ്പോൾ പാകമായി. ഇങ്ങനെ പാത്രത്തിൽ നല്ല ഇളകി വരുന്നുണ്ട്. ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ഇളകി വരുന്നുണ്ട്. നമുക്കൊരു ശകലം നെയ്യൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഫൈനൽ ഒഴിക്കാം. ഇത് നെയ്യൂടെ ഇട്ട് നെയ്യ് എത്രയായാലും കുഴപ്പമില്ല കേട്ടോ. നെയ്യൊക്കെ ഇടുന്നല്ല, നെയ്യൊക്കെ ഇടുന്ന നമ്മുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ നല്ല പാകമായി. നല്ല പാത്രത്തിൽ നിന്ന് നല്ലതായിട്ട് ഇളകി വരുന്നുണ്ട്. വെള്ളമൊക്കെ പറ്റി. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഈ കേക്കിൻ്റെ ട്രെയിലല്ലേ അതിനകത്ത് ഇച്ചിരി നെയ്യ് തടവാം. അതിനകത്തൊരു ശകലം നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് എല്ലായിടത്തും ഇതൊന്ന് സ്പ്രെഡ് ചെയ്യാം. ആ വങ്കിലും സൈഡിലും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ആ പാത്രത്തിൽ നെയ്യ് തൂത്ത പാത്രത്തിലോട്ട് ഇതിനെ ഒഴിച്ചിട്ട് ഇത് കണ്ട് ഒട്ടും പാത്രത്തെ പിടിച്ചിട്ടില്ല. ഒഴിച്ചിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്യാം. ഉണ്ടാക്കിയതൊക്കെ ഇച്ചിരി ഉള്ളൂ. നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്യാം. അങ്ങനെ നല്ലതായിട്ട് ലെവൽ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ പുറത്തോട്ട് ക്രഷ് ചെയ്തിടാം. നമ്മൾ ഓൾറെഡി പറങ്ങാണ്ടിയൊക്കെ ഇട്ടതായിട്ട് ക്യാഷ്യൊക്കെ ഇട്ടതായിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ 2-3 വെക്കുക. എന്നിട്ടൊന്ന് ക്യാഷ് വെക്കുക. ആ നട്ട്സ് വിട്ട് നമ്മളതിനെ ഒന്ന് ലെവൽ ചെയ്ത് തണക്കാൻ വെച്ചു. റെഡിയായി. ഇനി അവിടെ ഇരുന്നുകൊണ്ട് തണക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തണക്കുമ്പോൾ നമുക്ക് മുറിച്ചെടുക്കാം. നല്ലതായിട്ട് തണുത്തു. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നല്ലതായിട്ട് വന്നു. നല്ല നമ്മുടെ എന്താ പറയുന്നത്, നല്ല സ്മൂത്ത്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ നെയ്യൊക്കെ ഇട്ടിട്ട് അയ്യർ ഭവനിൽ നിന്നൊക്കെ ഒരു സ്വീറ്റ് വാങ്ങിക്കത്തില്ലേ, ഉണ്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ട്. നല്ലതായിട്ടുണ്ട്. അതൊക്കെ നോക്കി നല്ല സോഫ്റ്റാണ്. മൈസൂർ പാക്ക്, നമ്മുടെ അയ്യർ ഭവൻ്റെ മൈസൂർ പാക്കമല്ല. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും. താങ്ക് യു.